ആയിക്കോട്ടെ. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വരികയാണ്. കർണാടക സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ വാക്കുകൾ. സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നില്ല, രക്ഷാപ്രവർത്തനം നിർത്തിവെക്കരുത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. യോഗത്തിലെ തീരുമാനം നടപ്പാക്കേണ്ടത് കർണാടക സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ മന്ത്രിമാർക്ക് അവിടേക്ക് പോകാൻ മാത്രമേ കഴിയുകയുള്ളൂ. കേരള സർക്കാർ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊരു സംസ്ഥാനത്തിലെ ദൗത്യത്തിൽ ഇടപെടുന്നതിൽ കേരളത്തിന് പരിമിതിയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചെന്ന് അവിടെ ഇതിന്റെ ഭാഗമായ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ തെരച്ചിൽ നിർത്തിവെക്കുകയാണ് എന്നുള്ള വിവരം നമുക്ക് അല്പസമയം മുൻപാണ് അറിഞ്ഞത്. നമ്മൾ അർജുന്റെ കുടുംബം ഒരു അരമണിക്കൂറിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമെന്ന വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരെ സംബന്ധിച്ചും ആ ഒരു വാർത്ത തീരെ പ്രതീക്ഷിക്കാത്തതായിരിക്കും. എല്ലാ സംവിധാനങ്ങളും, എല്ലാ സാങ്കേതിക വിദ്യയും, മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് അവസാനമായി ഒരു നോക്ക് കാണാൻ അർജുന് കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന കുടുംബം, ആ അച്ഛനും അമ്മയും സഹോദരിയും ഭാര്യയും എല്ലാം അവിടെയൊക്കെയാണ് ഈ തെരച്ചിൽ നിർത്തുന്നു എന്നുള്ള ദൗർഭാഗ്യകരമായ വാർത്ത വരുന്നത്. മധു പറഞ്ഞതുപോലെ താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറയുമ്പോഴും ഒരു പക്ഷേ ഇനി അതെങ്ങനെ മുന്നോട്ട് പോകും? കാരണം ഇന്ന് തെരച്ചിൽ നിർത്തി 4 ദിവസത്തേക്ക് നിർത്തുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന കാര്യം. 4 ദിവസത്തേക്ക് നിർത്തിവെക്കുമ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമോ, അതോ ഇവിടെ തന്നെ ഷെൽട്ടർ ചെയ്യുമോ? ആ കാര്യങ്ങളിലൊന്നും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഇപ്പോൾ ഫിഷറീസ് മന്ത്രി അവിടേക്ക് എത്തിയിട്ടുണ്ട്, മംഗലവൈദ്യ. അദ്ദേഹവുമായി നമ്മുടെ MLA വിജിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അല്പസമയത്തിനകം മലയാള മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് മിനിസ്റ്റർ അറിയിച്ചിട്ടുണ്ട്. സതീഷ് കൃഷ്ണസേലും പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ തെരച്ചിൽ നിർത്തിവെക്കുന്നില്ല, തുടരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇനി എന്ത്, ഇനി എങ്ങനെ, ഇനി എങ്ങോട്ട്? ആ 3 ചോദ്യങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് സാധ്യമായ കാര്യങ്ങൾ സൈന്യത്തിന്റെ സഹായം തേടി നേവി അവിടെയുണ്ട്, NDRF ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അതൊന്നും പോരാഞ്ഞ് പ്രാദേശികമായി ആ ഗംഗാവല്ലി പുഴയെ അറിയുന്ന, അതിൻ്റെ കുത്തൊഴുക്കിനെ കുറിച്ച് അറിയുന്ന, അതിലെ കയങ്ങൾ അറിയുന്ന, അതിലെ ചുഴികൾ അറിയുന്ന അവിടെയുള്ള പ്രാദേശികമായ മത്സ്യത്തൊഴിലാളി സംഘത്തെ വരെ എത്തിച്ചു. ഈശ്വർ മാൽപേ അത്രയും നല്ല ട്രാക്ക് റെക്കോർഡുള്ള വ്യക്തികളെ വരെ അവിടേക്ക് എത്തിച്ചു. പക്ഷെ അവർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനി ഒരു ബി പ്ലാൻ ഉണ്ടാക്കാതെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു വലിയ ക്രൈസിസിൽ കൂടിയാണ് അവരുള്ളത്. അല്പസമയത്തിനകം തന്നെ ഒരു യോഗം ചേരുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്നുള്ള MLA-മാരും ആ യോഗത്തിൽ പങ്കെടുക്കും. നമ്മുടെ ആവശ്യങ്ങൾ ആ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് തന്നെയാണ് വിജിൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ ഉണ്ടാകും. അത് കഴിഞ്ഞ് 5 മണിക്ക് ഇപ്പോൾ അർജുന്റെ കുടുംബ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്.